ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗെയിമർ ഗായ്. ഇപ്പോൾ നമ്മളിൽ റോബ്ലോക്സിൽ നമ്മൾ സ്റ്റീലെ ഫോൺ എന്ന ഗെയിമിലാട്ടോ വന്നിരിക്കണം. ഇപ്പോൾ നമ്മളെ ബേസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ജി ഗെയിമർ. ഇപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഒരു സാംസങ് വാങ്ങിയിട്ടുണ്ട്. അതാ ആരോ തട്ടിക്കൊണ്ടുപോയി. പോട്ടെ, നമ്മുടെ അടുത്ത് ഇതിപ്പോൾ ആരെങ്കിലും മോഷ്ടിക്കട്ടോ. അതായത് ഇപ്പോൾ എൻ്റെ ഗെയിമിൽ നിന്ന് ഒരു മോഷ്ടിച്ചല്ലേ, അതുപോലെ ആരെങ്കിലും മോഷ്ടിക്കും. അതുപോലെ നമുക്കും മോഷ്ടിക്കാട്ടോ. ഇപ്പം എൻ്റെ സൈഡിൽ കണ്ടില്ല ഒരു കൈ, ആദ്യം നമുക്ക് ഐപാഡ് വാങ്ങാം 150 രൂപക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഈ കൈ കൊണ്ട് നമുക്ക് ആരൊക്കെ അടിക്കാൻ പറ്റുന്നുണ്ടോ അടിക്കാം. ഇതിപ്പോൾ നമ്മളെ ഫോൺ മോഷ്ടിക്കാൻ വന്നവർ നമുക്ക് അടിക്കാം. നല്ല empty ബേസാണ്, ആരും അവിടെ വന്നില്ല. ഇപ്പോൾ മൂന്നോ 4 പേരൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മളെ ബേസ്. ആദ്യത്തെ നമ്മുടെ ഫോണാണ് ഐപാഡ്. നമുക്ക് അടുത്ത വാങ്ങാം. അടുത്ത നല്ല കിട്ടും. സാംസങ് കിട്ടി, സാംസങ് A3. നമുക്ക് ഇനി അടുത്ത് വാങ്ങാം. അപ്പോൾ ഈ സൈഡിൽ കാണില്ലേ, $220 വാങ്ങി. ഇനി അതിന് പൈസ ഇട്ടിട്ട് നമുക്ക് കൂട്ടണം. 220 ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊരു നോക്കിയ വാങ്ങി. നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങാം. 40K. ഇതൊക്കെ ഉണ്ടാക്കാൻ പണിയാണ്, നമുക്ക് ശ്രമിക്കാം ഗൈസ്. നമ്മുടെ അടുത്ത് സാംസങ് A3, പിന്നെ നോക്കിയ, പിന്നെ ഐപാഡ്. ഇതാണ് നമ്മൾ CCTV ക്യാമറ. പിന്നെ നമുക്ക് എന്തോ 600 രൂപക്ക് ഇതോ പൈസ അല്ല, അത്രക്ക് $464 ഉള്ളൂ. നമുക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, അവിടെ ഒരു ബേസ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ ബേസിക്ക് കയറാം കേട്ടോ. ഈ ഐഫോണ് നമുക്ക് മെല്ലെ എടുക്കാം. അപ്പം നമ്മൾ സാഹസികമായി നമ്മൾ ഇവിടെ പെട്ടിരിക്കുന്നു. വരണ്ടായിരുന്നു എടോ, ഇനി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക. നമുക്കിപ്പോൾ 65 ഉണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിയാൽ മതിയായിരുന്നു പുതിയത്. വെറുതെ നമ്മൾ മോഷ്ടിച്ചു. ഇനി നമ്മുടെ ബേസ് നാട്ടിൽ തട്ടിക്കൊണ്ട് പോകും. നമ്മളെ വില കൂടിയ ഐഫോൺ എന്തെങ്കിലും. അതോ ഇപ്പം എന്ത് ചെയ്യുക? ഇയാൾ പുറത്തേക്ക് ഇറക്കണില്ലല്ലോ. ഈ ജയിൽ എപ്പോഴാണ് അൺലോക്കാണ്, എപ്പോഴാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂ. എന്നാൽ ഇയാൾ ഫ്രണ്ട് കേട്ട് എന്നെ അടിക്കുക, അതും ഇല്ലല്ലോ. ഇനി ഒരു 18 സെക്കൻഡ്സ് ഉള്ളൂ. അപ്പോൾ തന്നെ തുറന്നാൽ മതിയെന്ന്. 18 സെക്കൻഡ്സ് വരെ കാത്തത്. ഇപ്പോൾ 10 റീബർത്തി. ഇനി കുറച്ചുകൂടി കാശ് വേണ്ടോ? 6 മില്യണൊക്കെ വേണം റീബർത്തി ചെയ്യാൻ. റീബർത്തി ചെയ്തിട്ട് നമ്മൾ ടോപ്പ് സ്കോറർ ആക്കണം. ഇതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചാൻസ് കിട്ടി. നമുക്ക് മെല്ലെ കൊണ്ടുപോകാം. ആരും എടുക്കാണ്ടിരുന്നാൽ മതി. ഒക്കെ ചെറുക്കം കണ്ടിട്ടില്ല. അതൊക്കെ കണ്ട് നമ്മളെ നിന്ന് മോഷ്ടിക്കാൻ വരുന്നു. ഡേയ്, നീ ആരാ? എൻ്റെ നീ മോഷ്ടിക്കും? എൻ്റെ കടയിൽ നിന്ന് നീ ആരാണ്? നീ നിൻ്റെ കടയിൽ നിന്ന് കുറേ ലോക്കായിട്ട് എന്നെ കുറേ ദേഷ്യം പിടിപ്പിച്ചല്ലേ. നീ കുറച്ച് ലോക്കാകും. അപ്പോൾ നമുക്ക് നോക്കി, ഇത്ര പെട്ടെന്ന് ലോക്കായോ? എൻ്റെ ഫോണൊക്കെ എവിടെ? ലേറ്റസ്റ്റ് ഈ ഫോണൊക്കെ എവിടെ? കാണില്ലല്ലോ. അതാ ചെറുക്കൻ അറിഞ്ഞിരുന്നു. എടുത്തോ ഇനി? അല്ലാ, നോക്കട്ടെ. കുറച്ച് ഫോണൊക്കെ പോയിട്ടോ. ഐഫോണൊക്കെ നല്ല വില കൂടിയ സാധനം പോയി. ഇതാ ഇവിടെ ഉണ്ടായത്, അറ്റത്തുണ്ടായത് ഒക്കെ പോയി. കുഴപ്പമില്ല, നമുക്ക് $211 ഉണ്ടല്ലോ, ഇനി പുതിയത് വാങ്ങാം. നമുക്ക് എന്തായാലും ഇനി റീബർത്ത് ചെയ്യണം. അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. കുറേ ആൾക്കാർ മോഷ്ടിച്ചിട്ടോ. നമുക്ക് മോഷ്ടിക്കണം. എന്നാലും നല്ല വില കൂടി ഫോണാണ് പോയത്. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പുതിയത് വാങ്ങാം. വേണ്ടാത്ത പണിക്ക് മോഷ്ടിക്കാൻ നിന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്തായാലും നമ്മൾ മോഷ്ടിക്കും, ഉറപ്പാണ്. മോഷ്ടിച്ച് വേണം നമുക്ക് ഇനി കുറേ പൈസ ആക്കാൻ. എന്തായാലും റീബർത്ത് ചെയ്തിട്ട് ടോപ്പ് സ്കോർ ആക്കണം. ഇനി കുറേ നല്ല ഫോൺ വാങ്ങണം. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്പോൾ തന്നെ കൂട്ടി വെച്ചിട്ട് എന്തായാലും ഒരു iPhone 17 വാങ്ങണം. $211K ആയല്ലോ. ഒരു $1000K ആവണം. എന്നിട്ട് റീബർത്തൊക്കെ ചെയ്തിട്ട് ടോപ്പ് സ്കോറിലൊക്കെ നിർത്തണം നമ്മൾ.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബേസ് ലോക്കാണ്. ഇപ്പോൾ കുറേ ഫോണൊക്കെ പോയി, പൈസയും പോയി. നമ്മളിനി കൂട്ടിയാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ആൻഡ് ഗുഡ് ബൈ.